ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓരോ 30 സെക്കൻഡിലും ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ആളുകളിൽ ഒരാൾക്ക് അയാളുടെ കാല് നഷ്ടമാവുന്നുണ്ട്. ഈ ഒരു സത്യാവസ്ഥ പല ആളുകളും ശ്രദ്ധിക്കാറില്ല. കാരണം എൻ്റെ OPയിൽ വരുന്ന ഷുഗർ ഉള്ള ആളുകളിൽ നോക്കുമ്പോൾ പല ആളുകളിലും ഒരു 80% ആളുകളിലും ഷുഗർ തീരെ കൺട്രോളിലാവാത്ത ഒരു സ്റ്റേജിലാണ് കാണാറുള്ളത്. അവർ മരുന്ന് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻസുലിൻ അടിക്കുന്നുണ്ടാവും, പക്ഷെ ഷുഗർ എപ്പോഴും കൺട്രോൾ അല്ലാത്തൊരു സ്ഥിതിയിലാണുള്ളത്. അപ്പൊ ഇത്തരം ആളുകളെ ശ്രദ്ധിക്കാനുള്ള ഒരു 5 ലക്ഷണങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഡാമേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമുക്ക് അറിയില്ല. ശരീരം ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് 5-6 ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിലേക്ക് എത്താതിരിക്കാൻ അത് സഹായിക്കും. അപ്പൊ ഈ ഒരു 5 ലക്ഷണങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ HbA1c ലെവല് താഴെ ജസ്റ്റ് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. HbA1c ലെവല് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ ഈ പറയുന്ന 5 ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതിന് സഹായിക്കും. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. ഷുഗർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കാനുള്ള ഒരു 5 ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് പറയുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ കാലൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾ അവരുടെ കാല് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഓരോ മാസത്തിലെങ്കിലും 2 മാസം കൂടുമ്പോഴെങ്കിലും കാല് രണ്ടൊന്ന് പരിശോധിച്ച് നോക്കുക. കാല് നമ്മൾ തൊട്ട് നോക്കുക. തൊട്ട് നോക്കുന്നത് നമ്മുടെ കൈയിന്റെ ഈ ഭാഗം വെച്ച് കാലിന്റെ സ്കിന്നൊന്ന് തൊട്ട് നോക്കുക. ആ സമയത്ത് നല്ല തണുത്തിരിക്കുന്ന ഒരു സ്കിന്നാണ് ഈ കാലിലുള്ളതെങ്കിൽ നമുക്ക് ഈ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കാം. സാധാരണ നമുക്കറിയാം സ്കിന്ന് എല്ലാ ഭാഗത്തും, ശരീരത്തിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഏകദേശം ഒരേ ടെമ്പറേച്ചറിലായിരിക്കും. കാലിൽ കുറച്ച് തണുപ്പുണ്ടെങ്കിലും വല്ലാതെ വ്യത്യാസമൊന്നും കാണിക്കാറില്ല. പക്ഷെ ഷുഗർ വന്ന് കോംപ്ലിക്കേഷൻസ് ആവാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ രക്തയോട്ടമൊക്കെ കുറയുന്ന സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ഈ രക്തയോട്ടം കുറയുന്നത് കാരണം സ്കിന്നൊക്കെ തണുത്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയിന്റെ ബാക്ക് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്കിന്നൊക്കെ ഭയങ്കര കോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെയധികം തണുത്തിരിക്കും. ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുറിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഷുഗർ രോഗികൾ അവരുടെ കാല് പരിശോധിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് നിങ്ങൾ ചെറിയ ചെറിയ വ്രണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, മുറിവുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ മുറിവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എത്ര സമയം കൊണ്ട് ഹീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണ് മുറിവ് ഉണങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. സാധാരണ നമുക്കൊരു മുറിവൊക്കെ ആണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ ഉണങ്ങാറുണ്ട്. പക്ഷെ ഇത്തരം ആളുകളിൽ, ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ആളുകളിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് സാധ്യതയുള്ള ആളുകൾക്കൊക്കെ 2-3-4 ആഴ്ചയൊക്കെ എടുത്തിട്ടേ മുറിവ് ഉണങ്ങാറുള്ളൂ. അപ്പൊ ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് സമയം എടുക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് രക്തയോട്ടം കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ലക്ഷണം തന്നെയാണ്. അപ്പൊ ഇത് വരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാതിരിക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഷുഗർ അധികമായി കഴിഞ്ഞാൽ രക്തയോട്ടം കുറയും, കാലിലേക്കുള്ള രക്തയോട്ടം കുറയും. ഈ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിവ് ഉണക്കാനുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പല ന്യൂട്രിയൻസും അല്ലെങ്കിൽ ഓക്സിജന് അല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി കോശങ്ങളുണ്ട്, അതൊന്നും ഈ മുറിവുള്ള സ്ഥലത്തേക്ക് വരില്ല. ആ സമയത്ത് മുറിവ് ഉണങ്ങാനുള്ള കുറച്ച് സമയം ലേറ്റ് ആവുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ലക്ഷണം നിങ്ങൾ പലപ്പോഴായിട്ട് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ലക്ഷണമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ലക്ഷണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തള്ളവിരല്, നമ്മളെ കാലിന്റെ തള്ളവിരലൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. ആ നഖത്തിന്റെ ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് വിടുക. സാധാരണ നമുക്കറിയാം നമ്മുടെ വിരലൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വൈറ്റ് കളർ ആവും, കാരണം അവിടെ രക്തയോട്ടം നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്യാണ്. ആ സമയത്ത് ഒന്ന് വൈറ്റ് കളർ ആവും. പിന്നെ അത് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ പിങ്ക് കളറായിട്ട് വീണ്ടും വരും. ആ ഒരു സമയം നമുക്ക് സാധാരണ 3 സെക്കൻഡിൽ കുറവായിട്ടേ വരാൻ പാടുള്ളൂ. ഇത് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ ബ്ലഡ് ഫുള്ളായിട്ട് ഇവിടെ സർക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഇത്തരം ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ആളുകളിൽ ആ ഒരു
രക്തയോട്ടം പെട്ടെന്ന് നടക്കില്ല, അല്ലെങ്കിൽ ആ 3 സെക്കൻഡ് കൊണ്ട് റീഫില്ലിങ് നടക്കില്ല ബ്ലഡ് വെസൽസിൽ. ആ സമയം കൂടുതലായിട്ട് കാണാറുണ്ട്, 3 സെക്കൻഡിൻ്റെക്കാളും കൂടുതലായിട്ട് സമയം ഇവർക്ക് എടുക്കാറുണ്ട്. ആ ഒരു ടെസ്റ്റാണ് നമ്മൾ കാപ്പിലറി റീഫിൽ ടെസ്റ്റ് എന്നൊക്കെ പറയും. കാരണം കാലിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് ഓക്സിജനും ബ്ലഡൊക്കെ എത്തിക്കുന്ന ചെറിയ രക്തക്കുഴലുകളാണ് കാപ്പിലറീസ് എന്ന് പറയും. ഈ കാപ്പിലറീസിൽ രക്തയോട്ടം കുറയുമ്പോഴാണ് ഇതുപോലെ നമ്മൾ കുറേ ടൈം എടുത്തിട്ട് ഇവർക്ക് വീണ്ടും ഒരു റീഫില്ലിങ് നടക്കുകയുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് നമ്മൾ കാലിൻ്റെ തള്ളവിരലിൽ ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 4ാമത്തെ ഒരു ലക്ഷണമായിട്ട് പറയാറുള്ളത് കാലിൽ വരുന്ന കളർ മാറ്റങ്ങൾ, അല്ലെങ്കിൽ കാലിൽ നീര് വരിക, അല്ലെങ്കിൽ കാലിൽ ചെറിയ ചെറിയ മുറിവുകൾ വന്ന് ബ്ലീഡിങ് ആയിട്ട് വരിക, ഇത്തരത്തിൽ. അതുപോലെ തന്നെ കാലിൻ്റെ ഹെയർസ് ഉണ്ടാവും, രോമങ്ങൾ കൊഴിഞ്ഞു പോവുക, സർക്കുലേഷൻ കുറഞ്ഞിട്ട് രോമങ്ങൾ കൊഴിഞ്ഞു പോവുക, കാലിലെ വിരലുകൾക്കൊക്കെ നല്ലപോലെ കട്ടിപ്പ് വന്ന് ആകെ വികൃതമായി പോവുക. ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ, ബാഹ്യമായിട്ടുള്ള ചില ലക്ഷണങ്ങളും കൂടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് അത് പോകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5ാമത്തെ ഒരു ലക്ഷണം പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് കാലിൽ കടച്ചിലും വേദനയും അനുഭവപ്പെടുക. ആ വേദന കാരണം നിങ്ങൾക്ക് നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടി വരിക. നിന്ന് കഴിഞ്ഞാൽ വേദന കുറയും എന്നുള്ളൊരു സ്റ്റേജിലാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 100-200 മീറ്റർ നടക്കുമ്പോഴേക്ക് കാലിൽ വേദന വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം, അതൊരു ഡോക്ടറെ കാണിക്കണം. രക്തക്കൊഴലുകൾക്ക് പ്രത്യേകിച്ച് രക്തയോട്ടമൊക്കെ കുറയുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ചില ആളുകൾക്ക് ഒരു 500 മീറ്റർ ഒക്കെ നടന്നാലേ ഈ ഒരു വേദന വരാറുള്ളൂ. മറ്റു ചിലർക്കാണെങ്കിൽ ഒരു 200-100 മീറ്റർ നടക്കുമ്പോഴേക്ക് വേദന വരും, എന്നിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും. ചില ആളുകൾക്കാണെങ്കിൽ കിടക്കുമ്പോഴും വരും, അതായത് റെസ്റ്റ് എടുക്കുന്ന സമയത്തും വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറാണ്. കാരണം ആ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വന്നിട്ടാണ് നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ പോലും വേദന വരുന്നത്. സാധാരണ നടക്കുമ്പോഴുള്ള വേദന ഇവർക്ക് റെസ്റ്റ് എടുക്കുമ്പോഴും വരുന്നുണ്ടെങ്കിൽ ആ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആയിട്ടാണ് അവർക്ക് ഈ റെസ്റ്റ് സമയത്തും വേദന വരുന്നത്. ഈ ഒരു 5 വാർണിംഗ് സയൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരം നമുക്ക് പുറത്തേക്ക് കാണിച്ചു തരുന്ന 5 ലക്ഷണങ്ങളാണ് ഇവ. ഈ ഒരു 5 ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ HbA1c ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുള്ള ഗ്ലൂക്കോസ് ലെവലൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. HbA1c ലെവൽ എപ്പോഴും നമുക്കറിയാം ഒരു 6.5ൻ്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും അത് നോർമൽ ലെവലിൽ കൊണ്ട് നടക്കേണ്ടത്. പല ആളുകൾക്കും 7, 8, 9, 10 ഇന്ന് സ്ഥിരമായിട്ട് OPയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം ആളുകൾ ഈ HbA1c ലെവൽ 1% കുറച്ചാൽ തന്നെ അവരുടെ റിസ്ക്, കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള റിസ്ക് 40% അവർക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ HbA1c കുറക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണകാര്യങ്ങളും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും അതോടൊപ്പം മരുന്നുകളും കൂടെ ഇത്തരം അവസ്ഥകളിൽ എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ഒരു ഷുഗർ എന്നുള്ള ഒരു കണ്ടീഷന് പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരാറുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസിന്റെ കുറവൊക്കെയാണ് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ചെറുപ്പത്തിലെ ഷുഗർ വരാനുള്ള ഒരു കാരണം. അപ്പൊ ഷുഗർ ഉള്ള ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അരിഭക്ഷണമാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത്, അതിൻ്റെ അളവ് കുറക്കാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ നമ്മൾ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കുറവുള്ള, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് ആഗിരണം ചെയ്യാത്ത, ഈ തവിട് കളയാത്ത അരിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഷുഗർ രോഗികൾ ഉപയോഗിക്കാൻ വളരെയധികം നല്ലത്. വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. തവിട് കളയാത്ത അരി നമുക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലേറ്റ് നിറയെ കഴിക്കാനല്ല, ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4-1 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പോർഷൻ മാത്രം അരി ഉപയോഗിക്കുക, ബാക്കി പോർഷൻസ് നമുക്ക് പച്ചക്കറികളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മീനോ ചിക്കനോ മുട്ടയോ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സുകൾ കഴിക്കാം. ഫ്രഷ് ആയിട്ട് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ കുറച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അധികം മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കിയാൽ മതി. പ്രത്യേകിച്ച് ചക്ക, മാങ്ങ പോലെയുള്ള അമിതമായിട്ട് മധുരമുള്ള ഫ്രൂട്ട്സുകൾ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. ബാക്കി സീസണലിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഷുഗർ രോഗികൾക്ക് കുറച്ച് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സുകൾ ചെറിയ അളവിൽ മാത്രം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഓറഞ്ച്, മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സുകളും ഇത്തരം രോഗികൾക്ക് വളരെയധികം നല്ലതാണ്.
ഇതിന് പകരം നമുക്ക് ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം ബേക്കറി ഐറ്റംസിൽ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെയധികം ബ്ലഡിലേക്ക് എടുക്കുന്ന ബേക്കറി ഐറ്റംസ് ആണെന്ന് ഒരുപാടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഫുഡുകളുണ്ട്. അതിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്ലൂക്കോസ് പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നുണ്ട്. അത്തരം പാക്കറ്റ് ഫുഡുകളും റെഡിമെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഫുഡുകളും വളരെയധികം ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള പാലുൽപ്പന്നങ്ങളും കുറക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കരിച്ചതും പൊരിച്ചതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓയിലിൽ ശ്രദ്ധിക്കേണ്ടത് റീയൂസ് ചെയ്ത ഓയിലുകൾ, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ച ഓയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വനസ്പതി അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലെയുള്ള നമുക്ക് ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഓയിലുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതോടൊപ്പം നമുക്ക് കോക്കനട്ട് ഓയിൽ കുറച്ച് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, അതിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ബാക്കിയുള്ള ഓയിലുകൾ, പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റബിൾ ഓയിൽസിൽ സൺഫ്ലവർ ഓയിലൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഷുഗർ ലെവൽ, HbA1c ലെവൽ നമുക്ക് ഒരു പരിധി വരെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഓവറായിട്ട് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറക്കാനുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. BMI ചെക്ക് ചെയ്യുക. BMI നോക്കുമ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതിൽ സംശയമുള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരാളുടെ BMI കണക്കാക്കുക, അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചാണോ നിങ്ങൾക്ക് വെയിറ്റ് ഉള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തരും. ഇതിനനുസരിച്ച് വെയിറ്റും കൂടെ കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് HbA1c ലെവലിൽ നമുക്ക് വളരെയധികം നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ HbA1c ലെവല് 1% കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസ്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് രക്തയോട്ടം കുറഞ്ഞ് പലപ്പോഴും കാല് വരെ മുറിച്ച് മാറ്റേണ്ടി വരുന്ന അല്ലെങ്കിൽ ആംബ്യൂട്ടേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന പല അവസ്ഥകളും കണ്ടുവരുന്നുണ്ട്. അത്തരം അവസ്ഥകളിലേക്കൊക്കെ എത്താതിരിക്കാൻ ഷുഗർ ഉള്ള ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ലക്ഷണങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങളുടെ കാലുകൾ, പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾ കാലുകൾ ഡെയിലി അല്ലെങ്കിൽ മാസത്തിലൊക്കെ നിങ്ങൾ കാലൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും. നമ്മൾ ഷുഗർ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുന്നുണ്ട്. അതായത് രോഗിയുടെ രോഗകാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തും. അവരുടെ എല്ലാ ലക്ഷണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തു വരുന്നത്. ഇതിൽ ജർമ്മൻ ഹോമിയോപ്പതിക് മരുന്നുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് രോഗികൾക്ക് ഇത്തരം ഷുഗർ എന്നൊരു രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ വന്ന് നമുക്ക് അൾസർ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്രണങ്ങൾ വന്ന ഒരുപാട് കേസുകൾ നമ്മുടെ OP-യിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷുഗറിൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് കാലിലൊക്കെ രക്തയോട്ടം കുറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷനും കൂടെ ചെയ്തു വരുന്നുണ്ട്. ഫോൺ വഴി കൃത്യമായിട്ട് പരിശോധിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.